ജഗദീഷ് ചേട്ടാ, അതെ, ബ്രേക്കിന്റെ ടൈമിൽ പുറത്തു പോയപ്പം രണ്ടുപേര് പ്രൊഫസറിനെ കാണണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ ആരും പ്രൊഫസേഴ്സ് അല്ല. എന്റെ അറിവില് ചേട്ടനായിരുന്നു പ്രൊഫസർ ആയിരുന്നത്. വേറൊരാളും ഉണ്ടായിരുന്നു. ആരായിരുന്നു? പ്രൊഫസർ ജയന്തി. എനിക്കും ഒരു പ്രൊഫസറായ കൊള്ളാമെന്നുണ്ട്. എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമിത, ആ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഇപ്പോഴാണോ പറയണേ, ആദ്യമേ ഉണ്ടായിരുന്നോ പ്രൊഫസർ ആവണമെന്ന്? ചെറുപ്പത്തിലുണ്ടായിരുന്നു. സബ്ജക്ട് സോഷ്യോളജി. ഇതല്ല എന്റെ കരിയർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ സമയത്ത് ഞാൻ ടീച്ചിങ്ങിൽ പോയത്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടം. ഇനി പ്രൊഫസറിനെ കാണാനായിട്ട് വന്നിട്ടില്ല. അവരെ രണ്ടുപേരും വന്നോളൂ കേട്ടോ. ഇത് സുധീം മീനുകുട്ടിയായിട്ടാണോ? സുധീം മീൻകൂട്ടാനും ഒന്നും അല്ലത്. ഞാൻ ചക്രപാണി മാഷ്. ഇതെന്റെ സ്റ്റുഡന്റ് കുരുന്നഗിരി. അല്ല, സാധാരണ മാഷല്ലേ കുട്ടികളെ തല്ല് വടി പിടിച്ച് പേടിപ്പിക്കുക. നേരെ ഉൾട്ടയാണല്ലോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ അന്തക്കാലം. നമ്മളെ ഒരു ട്യൂഷന് നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട് ചെല്ലുമ്പോൾ അന്ന് ആദ്യം പറയുന്നത് എന്താണെന്നറിയോ? എന്താ? ഇവന്മാർ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കണമെന്നാണ്. അല്ലേ സാർ? ശരിയല്ലേ? ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്നെ തല്ലുന്നു, ഞാൻ അവരുടെ ഇന്ന് പഠിക്കുന്നു, കൊള്ളുന്നു അല്ലേ? ഇന്ന് മാഷ് എന്തൊക്കെയാ പഠിപ്പിച്ചെന്നേ? ഈ കൊച്ചിനെ വവ്വൽസ് പഠിപ്പിച്ച് ഞാനിപ്പോ വവ്വാലിനെ പോലെ തലകുത്തി കിടന്നാണ് ഉറങ്ങുന്നത്. പഠിപ്പിച്ച തലയ്ക്ക് ഭ്രാന്തെടുത്തന്ന്. എന്താന്നോ ഞാൻ ഇപ്പൊ കാണിച്ച ഈ വവ്വൽസ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ വവ്വൽസിൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് ആൻ എന്ന വാക്ക് ചേർക്കും. അക്ഷരത്തിനോടല്ലോ, അല്ലാതെ ഞാൻ ആൻ ചേർക്കാറുണ്ടല്ലോ. എവിടെ? ആൻമറിയോ? ആൻമറിയോ? അതേത് വാക്കാണ്? അത് വാക്കല്ല, എന്റെ കൂട്ടുകാരുടെ പേരാണ്. കണ്ടോ, കുരുന്നകരിയാണ്, കുരിപ്പാണിത്. മാഷ് ഇംഗ്ലീഷ് മാത്രമേ പഠിപ്പിക്കുള്ളൂ? ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷും പഠിപ്പിക്കാനായിട്ടാണ് എന്നെ അവിടെ നിയോഗിച്ചത്. ഇപ്പൊ ഞാൻ സർവ്വ വിഷയങ്ങളും എടുക്കും. തയ്യൽ വരെ ഇപ്പൊ ഞാനാ പഠിപ്പിക്കുന്നത്. എന്തിനാ വന്നേപ്പോ ഇവിടെ? അതാണ് യഥാർത്ഥ മാഷ്? അതല്ല യഥാർത്ഥ മാഷ്, ഞാനാണ് യഥാർത്ഥ മാഷ്. ശരി, അതാണ് യഥാർത്ഥ മാഷെങ്കിൽ അവിടെ പോയി പഠിച്ചോ. പക്ഷേ മാസാമാസം കൃത്യമായി ഫീസ് എന്റെ കൊണ്ട് തരണം. കുട്ടികൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് സംശയം നികത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ശരിക്കുള്ള പ്രൊഫസറിന്റെ അടുത്ത് പോകും. ചോദിച്ചോളൂ. ആവേ വെച്ചിട്ട് 5 വാക്ക് കിട്ടണം. ഇറോന്ന് വെച്ചിട്ട് 5 വാക്ക് കിട്ടണമെന്ന്? ഒരു കാര്യം ചെയ്യൂ, അവിടെ പോയി ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഈ മാഷിന് കുശുമ്പ് വരും. അയ്യോ, ഇരുന്നോളൂ. എനിക്ക് ഇറോന്ന് വെച്ചിട്ട് 5 വാക്ക് കിട്ടണം. ഇറോ ചേർത്ത് നല്ല കീച്ചൻ ഡയലോഗുകൾ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ? തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. എന്ത് വിധി ഇത്? മോള് ചോദിക്കുന്നത് റോ എന്നുള്ളതല്ല, എല്ലാം ഒന്ന് തന്നെ. ചില നാട്ടിൽ ഇറോ എന്ന് പറയും, ചിലടത്ത് ഇറെന്ന് പറയും. മോളെ വെച്ചിട്ടുള്ളത് ഒന്ന് ഋതു, ഋഷഭം, ഋഗ്വേദം, കൃഷി. ആരാത്? അമ്പട കേമാ സണ്ണി കുട്ട. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മോളെ? ഞാൻ കുറച്ച് വാക്കുകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വെച്ചിട്ടോ? ആണോ? ഓക്കെ, അതപ്പോ എന്താ ചെയ്യണ്ടേ? ഈ വാക്കുകള് ഇവർ ഓരോരുത്തരായിട്ട് വായിക്കണം. ഓക്കെ, ഈ മോളെ എന്തോ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് വായിക്കാൻ അറിയില്ല എന്നാ വാവ പറയണേ. അതൊന്ന് വായിച്ചു കൊടുത്തൊന്ന് കുട്ടിയൊന്ന് പഠിപ്പിച്ചു കൊടുക്കോ? കുഴപ്പമില്ലല്ലോ അല്ലേ? മോളെ ഇവിടെയല്ലേ? മാഷ് വായിക്കും. ഹലോ, ഇതാ കണ്ടോ? ഞാൻ സ്കൂളിലുണ്ട്. നോക്കിക്കേ മാഷ്, ഞാൻ എന്ത്
സംശയം ചോദിച്ചാലും നീ ഒന്ന് പറയൂ. അപ്പ ഫോൺ എടുക്കും. ഞാൻ സ്കൂളിലുണ്ട്. നിനക്ക് വിശ്വാസം ഇല്ലയോ? എക്സ്ക്യൂസ് മീ മാഷെ, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ സ്കൂളിലുണ്ടെന്ന്. ആ, ഇത് സ്കൂളല്ലല്ലോ. ഇതെന്താ സംഭവം? ആരാ വിളിച്ച വൈഫാ? എന്റെ വൈഫാണ്, മുടിഞ്ഞ സംശയമാണെന്ന്. ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവൾ എന്നെ വിളിക്കും, നിങ്ങൾ ഇതെവിടാ. ഞാൻ പറഞ്ഞു, എടി ഞാൻ സ്കൂളിലുണ്ട്. ഇല്ല, നിങ്ങൾ സ്കൂളിലില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിലുണ്ട്. എന്നാ നിങ്ങൾ ആ മണി എടുത്തൊന്ന് അടിക്കാൻ. ഇപ്പൊ വേറെ ട്രിക്കുണ്ട്. ഞാനിപ്പോ എവിടെ പോയാലും ഈ മണി കൊണ്ട് നടക്കുന്ന എന്താ അറിയോ? സ്കൂളിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് ഈസിയാണല്ലോ വായിക്കാൻ. വായിക്കൂ. ഇത് കിളിപ്പാട്ടാണ്. കിളിപ്പാട്ടോ? ക്ലിംനത്തൻ സിൻസ്റ്റിംഗ്ലിയാണത്തമിഷ്ടി ക്ലിക്ലാസ്റ്റി. കണ്ടോ? ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ബാവേ, അപ്പൊ ആരോട് ആദ്യം ചോദിക്കണേ? സുരാജേട്ടൻ. ഞാനോ? ആ, ഭാവിയില് പ്രൊഫസർ ആവാൻ ആഗ്രഹമുള്ള ആളാ. പറയണ്ടായിരുന്നു. ക്ലിംനത്തൻ സിസ്റ്റലിയാണത്തമിഷ്ടി ക്ലിക്ലാസ്റ്റി. ശരിക്കും ശരിയായി പോയി. ആ, അങ്ങനെയാണെങ്കിൽ നമിത ഇത് തന്നെ വായിച്ചോണ്ടിരിക്കുക. ക്ലിംനത്വൻ സിഷ്ടില്യാണത്വമിഷ്ടി സിസ്റ്റലിയാണത്തമിഷ്ടി ക്ലിക്ലാസ്റ്റി. Dozras tell me. Har tabush crack oikinim bomla. Mohino zuku. ഇനി അടുത്തത്. അല്ലല്ല, ഐറ്റം തീർന്നിട്ടില്ല. വീണ്ടും ഫസ്റ്റ് അക്ഷരം ഏതാന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. നമ്മളിപ്പോ വായിച്ചില്ലേ? തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹോമം കൊണ്ടുപോകണം. ഗണപതി ഹോമം കഴിയും. കുറെ എക്സ്പേർട്സ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടീച്ചർക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. എന്റെ ശിഷ്യയുണ്ട് ഇവിടെ. ഉണ്ടാ? എന്റെ ശിഷ്യ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. എന്താ പേര്? റിനു. ഏത് കോളേജിൽ നിന്നാ വരുന്നത്? നിർമ്മല കോളേജ്, ചാലക്കുടി. ഞാൻ ഈടെ ഇരുന്നോളാം. അതെന്താ ഇങ്ങളെ ഇടിയിരിക്കണേ? എനിക്ക് പെട്ടെന്ന് പ്രൊഫസർ ആവണം. ഇനി ടീച്ചർ ഒന്ന് വായിച്ച് കേൾക്കട്ടെ. കൊടുത്തേ. ഓട്ടോറിക്ഷ കട്ടറി വീണ പോലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്വന്തം ടീച്ചറിന്റെ ബാക്കിൽ നിന്ന് കുടുകൂടാ ചിരിച്ചോണ്ടിരിക്കുകയാണ് ആ കണ്ണട. ഒന്ന് പേരെന്താ? ആൽബിൻ. ആൽബിൻ. ഓ, നല്ല തൃശ്ശൂർ ഭാഷ. എന്നാ അങ്ങോട്ട് വായിച്ചോളൂ. സാറേ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. ശരിക്കും ആരാവണമെന്ന് ആഗ്രഹം? അങ്ങനെ തീരുമാനിച്ചല്ലേ. എപ്പോഴാ തീരുമാനമൊക്കെ വരുന്നത്? അതായത് ഈ കോളേജ് കഴിഞ്ഞിട്ട്. അച്ഛനും അമ്മ വന്നിട്ടുണ്ടാ? ഇല്ല. ടെലികാസ്റ്റ് ആകുമ്പോ ഒരു തീരുമാനം. ഞാൻ പാവാ. ആൺകുട്ടികളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് കൈബന്ധിക്കുന്ന ഒരാൾ. ആയിഷോ പോരട്ടെ. ആ, നാക്ക് തറ വീഴാതെ നോക്കിക്കോളേ. ഐഷു റെഡി. ഐഷുവിനെ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. സെക്കൻഡ് ഇയറിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാതിരാക്കാറ്റ്. ഫസ്റ്റ് ഇയർ ആണ്. തെറ്റി. തിരിച്ചു പോകൂ, ഒന്ന് പോകൂ, അതെനിക്ക് ഇഷ്ടായടാ. ഐഷു. സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെട്ടെ. നമിത, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ആ, സ്പീഡില്. കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഇനി കുട്ടിയുടെ മാഷിന്റെ അടുത്ത് അടുത്തത് എന്താന്ന് ചോദിക്കൂ. അത് സ്റ്റേജിൽ വന്ന് ചോദിക്കാം. ഞങ്ങൾ മൂന്നുപേരും വരാം. മോള് വാ.
മോളെ എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇംഗ്ലീഷില് ഏറ്റവും വലിയ വാക്ക് ഏതാ? ലോങ്സ്റ്റ് വേർഡ്. ഭാഷ വരെ ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്ക് ട്രെയിൻ ആണ്. ഏറ്റവും നീളം കൂടിയ വാക്കോ? യെസ്. കുട്ടിയുടെ പിന്നെ രണ്ട് ഉത്തരവുണ്ട്. അതിന് കുസൃതി ഉത്തരം ഏറ്റവും നീളം കൂടിയ വാക്കെന്ന് പറഞ്ഞാൽ സ്മൈൽസ് ആണ് ഏറ്റവും കൂടുതൽ നീളം കൂടിയ വാക്കെന്ന് പറയും. എന്തുകൊണ്ടാണ് അറിയാലോ? ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവുമായിട്ട് 1 മൈലിന്റെ വ്യത്യാസമുണ്ട്. സ്മൈൽസ് കുസൃതി ഉത്തരവുണ്ട്. അതല്ലാതെയുള്ള നീളം കൂടിയ ലോങ്സ്റ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ്. ലോങ്സ്റ്റ് വേർഡ് നിമനോൾ ട്രൈ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനിക് ക്യുനോസിസ്. നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതൊന്ന് ആവർത്തിച്ച് പറയാൻ ഇതൊരു പോലും പറ്റില്ല. ലങ് ഇൻഫെക്ഷന്റെ പേര്, ഒരു ഡിസീസിന്റെ പേരാണ്, ഒരു അസുഖത്തിന്റെ പേരാണ്. താങ്ക് യു മോളെ. ഈ വവൽസ് എല്ലാം കൂടെ വരുന്ന ഒരു വാക്കുണ്ട്, ടീച്ചർക്ക് അറിയോ? ഇവിടെ പറയണ്ട. വവൽസ് എല്ലാം കൂടെ വരുന്ന ഒരു വാക്ക്, AEIOU വവൽസ് എല്ലാം കൂടെ വരുന്ന ഒരു വാക്ക്. മൈക്കിൽ പറയൂ. ആരോ ഒരാള് പറഞ്ഞു. കേട്ടോ? മൈക്കിൽ ഉറക്കെ തെറ്റ് പറഞ്ഞു. റിയൽ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഓ സോറി കൊച്ച, എടുത്ത് എറിഞ്ഞനെ ഞാൻ. അല്ല സുല്ലട്ടു, ഒരു മിനിറ്റ്. ഇനി പവർ ഗ്രൂപ്പ്. നമ്മുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള പുള്ളി മാത്രമേ അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ല. അതിനകത്തുണ്ട്. അറിയില്ല. വിനേഷ് എന്തേലും ഒന്ന് പറഞ്ഞ് സംസാരിച്ച് വഷളാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ടീച്ചർക്ക് പ്രത്യേകിച്ച്. ഒരു ക്ലൂ തരുമോ? ടീച്ചർക്ക് ക്ലൂ അതാണ്, ടീച്ചർക്ക് ഉണ്ട്. And the answer is എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ കറക്റ്റ് അല്ലേ? മിസ്സിന് അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. വെറും പ്രൊഫസർ അല്ല, ഡോക്ടർ പ്രൊഫസർ. ഇനി എന്ത് വേണം? ഞാനൊരു പാട്ട് പാടും. ഇനി പാട്ടുണ്ടോ? പാട്ടാവോ? അംഗൻവാടി ഗേൾ സോഡ കുടിക്കാൻ പോയി, ടീച്ചറെ കണ്ടു, ഓടിച്ചങ്ങ് പിടിച്ചു. ഇങ്ങോട്ട് വാടി. അത് തന്നെ പറയാനുള്ള സമയം അങ്ങ് പോയി. ഇങ്ങോട്ട് പാടി. ഒരുപാട് പഠിക്കാനുണ്ട് ആർക്ക്? എനിക്ക്. ഇവളിൽ നിന്ന് വാങ്ങിക്കോട്ടെ. ശരിക്കുള്ള പേരും ഏത് ക്ലാസ്സിലാ പഠിക്കണേക്കെ ഒന്ന് പറയൂ. എന്റെ പേര് വേദിക എന്നാണ്. വേദിക ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ആൻഡ് തേർഡ്. എവിടെയാ? അലക്കാൻ പബ്ലിക് സ്കൂൾ. വലിയ കുട്ടിയാവുമ്പോ ആരാവാൻ ആഗ്രഹം? ആക്ടർ ആൻഡ് ടീച്ചർ. ഇനി പറയാ ഉല്ലാസേട്ടൻ ആരാവണമെന്ന് ആഗ്രഹം? ഞാൻ പറയാം. സ്കിറ്റ് തെറ്റിക്കാതെ കളിക്കുന്ന ഒരാളായിട്ട് മാറണം. സിൻസിയർ ആയിട്ട് പറയാണ്, നിങ്ങൾ നമ്മൾ എന്തോ മുൻജന്മത്തെ അച്ഛനും മോളായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര വേവ് ലെങ്ത് ഇട്ട, ഭയങ്കര രസം. ആ കൊച്ചിനാണ് പേയ്മെന്റ്, ഉല്ലാസന്റെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ്. താങ്ക് യു കുട്ടാ. മാഷിനെ ഒരിക്കലും അടിക്കരുത് കേട്ടോ. ഓക്കെ.